ദി വൺ വിച്ച് ഈസ് ഡിഫറൻറ്റ് ഫ്രം ദ റെസ്റ്റ്. അതേതാ? റൈറ്റ് ടു ഇക്വാളിറ്റി, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് റിലീജിയൻ, റൈറ്റ് ടു ഡേ. ഇതേതാ? ഇത് ഫണ്ടമെൻ്റൽ റൈറ്റിൽ റൈറ്റ് ടു ഇക്വാളിറ്റി ഉണ്ട്, ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, ഫ്രീഡം ഓഫ് റിലീജിയൻ ഉണ്ട്. റൈറ്റ് ടു ഡൈ ഫണ്ടമെൻ്റൽ റൈറ്റിലില്ല. മനസ്സിലായോ? യെസ് യെസ് യെസ്. കാർത്തിക മോള് വന്നോ? ഇല്ല. ആ ഹാ ഹാ, ശരി. If banana is mango, mango is apple, apple is grapes, grape is guava, guava is nut. Which of the following? അവിടെ എന്താ പറഞ്ഞേക്കുന്നേ? ബി ആണ് പറഞ്ഞേക്കുന്നത്, മാങ്കോ അല്ലേ? ബനാന ഈസ് മാങ്കോ, മാങ്കോ ഈസ് ആപ്പിൾ, ആപ്പിൾ ഈസ് ഗ്രേപ്പ്, grapes is guava, guava is nut. Which of the following? ഏതാ പറഞ്ഞേക്കുന്നേ? ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ്? ആ, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല, വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്ന് മാത്രമേ അവിടെ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റാ. കാരണം അവർ ഇങ്ങോട്ട് കോപ്പി ചെയ്തപ്പോഴേ അതിനകത്ത് 1-2 വേർഡ്സും വിട്ട് കാണും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എന്തോന്നാ? ഓഡ് മാൻ എന്നാണ് ക്വസ്റ്റ്യൻ. മേളിൽ പറഞ്ഞല്ലേ, ഫൈൻഡ് വിച്ച് ഈസ് ദ ഡിഫറൻറ്റ് ഫ്രം ദ റെസ്റ്റ് എന്നുള്ളത്. അതിൽ ഓടുമണ്ണാണ് കേട്ടോ. ഗുവ, നട്ട്സ്, ഗേവ്, മാംഗോ. അതിൽ മാംഗോയാണ്, ബി ആണ് ഓടുമൻ. അതെങ്ങനെയാണ് ബി ആ ഓടുമൻ എന്ന് പറയുന്നത്? മക്കളെ, അടുത്ത് നോക്കിയത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് അഡോപ്റ്റഡ് ഓൺ ഡാഷ്. ഏത് ദിവസമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സ്വീകരിച്ചേ? 26 ജനുവരി 1950. 26 ജാനുവരി 1950 ആണോ? ലോ ഡേ എന്ന് പറഞ്ഞാൽ എന്നാ? നവംബർ 26, 1949 നമ്മൾ ഭരണഘടന സ്വീകരിക്കുന്നത്. ഓക്കെ, ലോ ഡേ നവംബർ 26 ആണ്. കേട്ടോ. അടുത്തത് അത് മനസ്സിലായോ? അത് 1950 എന്ന് എഴുതി വെക്കരുത്. 1950 എന്ത് ചെയ്തതാണ്? ഭരണഘടന നിലവിൽ വന്നതാണ്. ഭരണഘടനയിലെ എല്ലാ വകുപ്പുകളും നിലവിൽ വരുന്നത് 1950 26 ജാനുവരി 1950. പക്ഷേ 26 നവംബറിൽ ഫണ്ടമെൻ്റൽ റൈറ്റ് പോലെയുള്ള ചില ഭാഗങ്ങൾ അപ്പോൾ തന്നെ നിലവിൽ വന്നു. അതുകൊണ്ടാണ് ലോ ഡേ 26 നവംബർ എന്ന് പറയുന്നത്. മനസ്സിലായോ? യെസ്. അത് നോക്കിയേ. ഹൗ മെനി ടൈംസ് ഡിഡ് ദ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി ഹാസ് ബീൻ എൻഫോഴ്സ്ഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ പ്രൊക്ലമേഷൻ എത്ര തവണ നടത്തി? നാഷണൽ എമർജൻസി എത്ര തവണ നടത്തി? അത് കാണാതെ പഠിച്ചുകൊണ്ട് പോകണം. അതിനകത്ത് വേറെ ന്യായമൊന്നുമില്ല. എത്ര തവണ നടത്തി? 3 തവണ. നടത്തിയതെല്ലാം ആരാണ്? ജനാധിപത്യവും മതോദരത്വവും സോഷ്യലിസവും ഒക്കെ ഏറ്റവും കൂടുതൽ പറയുന്ന കോൺഗ്രസ് പാർട്ടിയാണ് ഇത് ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത്. മനസ്സിലായോ? മനസ്സിലായി സാർ. ആദ്യത്തെ തവണ നടത്തിയതിന് വേണ്ടിയാ ബ്ലാക്ക് തണ്ടർ ഓപ്പറേഷൻ. അറിയുമോ ബ്ലാക്ക് തണ്ടർ? അറിയുമോ? സിഖ് കലാപവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഓപ്പറേഷൻ്റെ പേരാണ് ബ്ലാക്ക് തണ്ടർ. തൽക്കാലം അത്രയും പഠിച്ചാൽ മതി. ബ്ലാക്ക് തണ്ടർ. പിന്നെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ, അതും സിഖ് കലാപവുമായി ബന്ധപ്പെട്ടാണ്. ബ്ലൂ സ്റ്റാർ. പിന്നെ അടുത്തത് എപ്പോഴാണെന്നറിയാമോ? ബാബറി മസ്ജിദ് തകർത്ത സമയത്ത്
ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ടിട്ടാണ് പിന്നെ തവണ എന്ത് ചെയ്തത്, ഇത് നാഷണൽ എമർജൻസി നടത്തിയത്, ബാബറി മസ്ജിദ്. ഇതിൻ്റെ ഭാഗമായി RSS പോലുള്ള സംഘടനകളൊക്കെ നിരോധിച്ചിരുന്നു. ആ നിരോധിച്ച സംഘടനയാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത്. മനസ്സിലായോ? യെസ്. എ റിട്ട് വിച്ച് ഈസ് ഇൻ ദ ഫോം ഓഫ് എ കമാൻഡ്. ഏതാ? വീക്ക് കമാൻഡ് എന്ന് പറയുന്നത് മാൻഡമസ്. കോവാറുണ്ടോ? എന്തുവാ? കോവാറുണ്ടോ എന്ന് പറയുന്ന റിട്ടിന്റെ അർത്ഥം എന്താണ്? By what authority? പ്രൊഹിബിഷനോ? പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാല് ലോവർ കോർട്ടിന് ലിമിറ്റേഷൻ, സൂപ്പർവൈസറി ജൂറിസ്ഡിക്ഷന്റെ ഭാഗമാണ്. ഷെയർ അറിയോ? ടു ബി ഇൻഫോംഡ്. ഷെയർ. അടുത്തത് 90. വാട്ട് ഈസ് ആർട്ടിക്കിൾ 21A? 21A എന്തുവാ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ. 21A അത് റൈറ്റ് ആണ്. 51A സബ് ക്ലോസ് 11 എന്തുവാ? Fundamental duty. ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിലെ 11 എന്താണ്? കുട്ടികൾക്ക് 6 to 8 അല്ല 14 ഇയേഴ്സില് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം. അത് അച്ഛൻ്റെ അമ്മയുടെയും ഡ്യൂട്ടിയായി അല്ലേ? സർക്കാരിലേക്കുള്ള റൈറ്റ് സർക്കാർ അതിവിദഗ്ധമായിട്ട് 51A11 ഡ്യൂട്ടിയാക്കി വെച്ചു. അതുകൊണ്ട് സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രൈവറ്റൈസ് ചെയ്താൽ നമുക്ക് എതിർക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ് മാത്രമല്ല, നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഉണ്ട്. മക്കളെ വേണമെങ്കിൽ പഠിപ്പിച്ചോളാൻ പറയും. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ സ്ഥാപനങ്ങളും സർക്കാർ സ്വകാര്യവൽക്കരിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ സ്വകാര്യവൽക്കരിച്ചാലും നമുക്ക് കോടതിയിൽ പോയി ചോദിക്കാൻ പറ്റുക. റൈറ്റ് അഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഏത് സെക്ഷനാണ്? ഏത് ആർട്ടിക്കിളാണ്? ആണ്. 24 25 ഒക്കെ ആണല്ലേ? അങ്ങനെ എഴുതിയ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമോ? 23 24 ആണ് സർ. 23 24 ആണ്. ഉറപ്പിച്ച് പറയാതാണ്. രണ്ടും റൈറ്റ് അഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. എന്ന് പറഞ്ഞാൽ പ്രൊഹിബിറ്റ് റൈറ്റ് അഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. 23 എന്ന് പറയുന്നത് റൈറ്റ് അഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. 23 എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബറാണ്. 24 എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറി. ഓക്കെ. റൈറ്റ് ടു ലൈഫ് ഏതാ? 14. റൈറ്റ് ടു ലൈഫോ? ഏതാ അഞ്ജുഷേ? റൈറ്റ് ടു ലൈഫ് ആർട്ടിക്കിൾ 21. 14 എന്തുവാ? Equality before law and equal protection of law. Article 21 right life and personal liberty. Freedom of religion എത്രയാ? 25 to 28. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 to 20. ഓക്കെ, മനസ്സിലായോ അത്രയും ഭാഗം? യെസ്. അടുത്തത് യൂണിഫോം സിവിൽ കോഡ് എവിടെ വരും? ഫണ്ടമെന്റൽ റൈറ്റ് വരുമോ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ വരുമോ? ഫണ്ടമെന്റൽ ഡ്യൂട്ടി വരുമോ? ഏത് വരും? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ വരും അല്ലേ? യെസ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എവിടെ മുതൽ എവിടെ വരെയാ? 36 to 51. 36 to 51 ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. മനസ്സിലായല്ലോ? ഫണ്ടമെന്റൽ റൈറ്റോ? 12 to 35. 12 to 35. ഡ്യൂട്ടിയോ?
51A. 51A. ഓക്കെ, മനസ്സിലായല്ലോ? sir. യെസ്, എഴുതി വെക്കുക. The maximum actus non facit നോൺ ഫീസിറ്റ് റിയം നിസ്സി മെൻസിറ്റ് റിയ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഏതാ? ദർ ക്യാൻ ബി നോ ഓഫൻസ് വിത്തൗട്ട് എ ഗിൽറ്റി മൈൻഡ് എന്ന് പറഞ്ഞാൽ മെൻസ് റിയ. എന്താ പറഞ്ഞേ? മെൻസ് റിയ. ആക്ടസ് നോൺ ഫേഴ്സഡ് റിയം നിസ്സി മെൻസെറ്റ് റിയ. ദർ ക്യാൻ ബി, അടുത്തത്, ആൻ ആക്ട് ഓൺലി കോൺസ്റ്റിറ്റ്യൂട്ട് എ ക്രൈം. ആക്ട് ക്രൈം ഉണ്ടാക്കുമോ? ആക്ട് മാത്രമേ ഉള്ളൂ, ക്രൈം ഉണ്ടാകുമോ? ഇല്ല. അത് നിങ്ങൾ പഠിച്ചേക്കുക. ദർ ക്യാൻ ബി നോ ഓഫൻസ് വിത്തൗട്ട് എ ഗിൽറ്റി മൈൻഡ്. ക്രൈം ഈസ് ദ റിസൾട്ട് ഓഫ് ഗിൽറ്റി മൈൻഡ്. ഗിൽറ്റി മൈൻഡിൻ്റെ റിസൾട്ടാണ് ക്രൈം, അത് ശരിയാണ്. പക്ഷേ നമ്മുടെ ആൻസർ ഏതാണ്? ബി ആണ്. ഇൻറ്റൻഷൻ ഈസ് റെലവൻറ്റ് ഇൻ ക്രൈം, അതും ശരിയാണ്. ഒരു ക്രൈം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഇൻറ്റൻഷൻ വേണം, അതും ശരിയാണ്. പക്ഷേ നമ്മുടെ ആൻസർ ഏതാ? ബി ആണ്. മനസ്സിലായല്ലോ? അടുത്തത് ഗുഡ് ഫെയ്ത്ത്. ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ് ഫെയ്ത്ത്, ഉത്തമ വിശ്വാസത്തിൽ എന്ന് മലയാളത്തിൽ പറയും. ഗുഡ് ഫെയ്ത്ത്, ആൻ ആക്ച്വൽ ബിലീഫ് ദാറ്റ് ദ ആക്ട് ഈസ് ലോഫുൾ. അതാണോ? അല്ല. ആൻ ആക്ട് ഡൺ ഓണസ്റ്റ്ലി, ഒരു തരത്തിൽ പറഞ്ഞാൽ അതാണ്. പക്ഷേ കൂടുതൽ കറക്റ്റ് ഏതാ? ആൻ ആക്ട് ഡൺ വിത്ത് ഡ്യൂ കെയർ ആൻഡ് അറ്റൻഷൻ. പോലീസുകാരെല്ലാം FIRൻ്റെ താഴെ എഴുതിയേക്കുന്നത് അയാളുടെ ഡ്യൂ കെയർ ആൻഡ് അറ്റൻഷനിലാണ് കേസ് അന്വേഷിച്ചത്, അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്, ഉത്തമ ബോധ്യത്തിലുള്ള കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത് എന്ന് പറയും. മനസ്സിലായോ? ബോണാഫൈഡ് ആക്ട്. ബോണാഫൈഡ് ആക്റ്റും ഗുഡ് ഫെയ്ത്ത് ആണ്. പക്ഷേ ഏറ്റവും കറക്റ്റായിട്ടുള്ളത് സി ആണ്. മനസ്സിലായി? ഓക്കെ. സെക്ഷൻ 25 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ്. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ സെക്ഷൻ 25 ഏതാ? ഫ്രോഡിലൻ്റ്ലി അല്ലേ? ഡിസോണസ്റ്റ്ലി സെക്ഷൻ ഏതാ? ഡിസോണസ്റ്റ്ലി 24. സെക്ഷൻ 24 അതെങ്ങനെ പറയുന്നേ? ഹൂ എവർ ഡസ് എനി ആക്ട് വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് കോസിങ് റോങ്ഫുൾ ഗെയിൻ ടു വൺ പേഴ്സൺ ഓർ റോങ്ഫുൾ ലോസ് ടു അനദർ പേഴ്സൺ ഈസ് സെഡ് ടു ദാറ്റ് തിങ് ഡിസോണസ്റ്റ്ലി. അങ്ങനെയാണ് അവിടെ ഡിസോണസ്റ്റ്ലിയെ കുറിച്ച് പറയുന്നത്. ഫ്രോഡിലൻ്റ്ലി നമ്മൾ പറഞ്ഞു 25. വോളണ്ടർലി എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? സെക്ഷൻ വോളണ്ടർലി സർ വോളണ്ടറിയില് തന്നിട്ടില്ല. വോളണ്ടർലി തന്നിട്ടില്ലേ? ഇല്ല. വോളണ്ടർലി എന്ന് പറയുന്നതിന് പ്രത്യേക സെക്ഷൻ ഇല്ല. A person said to cause an act voluntarily when causes it by means whereby intend to cause or it. അത് സെക്ഷൻ എവിടെ പറയുന്നത്? 39 കേട്ടോ. സെക്ഷൻ 39 വോളണ്ടർലി. ഓക്കെ, പിടികിട്ടിയാ? IPC സെക്ഷൻ 39 വോളണ്ടർലിയെ പറയുന്നത്. അടുത്ത നെഗ്ലിജൻ്റ്ലി.
നെഗ്ലിജൻ്റ്ലി. 304 അല്ലേ? 304 304 ഒന്നും അല്ല, അത് മർഡർമാൻ്റെ കാര്യങ്ങളൊക്കെ. 304 304 ഇല്ലേ? നെഗ്ലിജൻ്റോ? Not for a death caused by rash negligence ആണ്. യെസ്. വെറുതെ നെഗ്ലിജൻസ് ഇല്ലെന്ന്. വെറുതെ നെഗ്ലിജൻസ് പറഞ്ഞിട്ടില്ല. 304A പറഞ്ഞിട്ടുള്ളത് കോസിങ് ഡെത്ത് ബൈ നെഗ്ലിജൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. 304A കോസിങ് ഡെത്ത് ബൈ നെഗ്ലിജൻ്റ് എന്ന് എഴുതണം. ഓക്കെ, നെഗ്ലിജൻ്റിലേക്ക് പ്രത്യേക സെക്ഷൻ ഇല്ല. ആൻ അൺലോഫുൾ അസംബ്ലി കൺസിസ്റ്റ് ഓഫ് 2 or more persons. എത്ര അൺലോഫുൾ അസംബ്ലി ആവണമെങ്കിൽ? മോർ ദാൻ 5 or more person അല്ലേ? 5 അതിലധികം ആൾക്കാർ. മോർ ദാൻ 5 person അല്ല, 5 or more person. 5 അതിൽ കൂടുതൽ ആൾക്കാർ അടങ്ങിയാലാണ് അൺലോഫുൾ അസംബ്ലി ആവുന്നത്. മനസ്സിലായോ? 2 or more person, 1 or more person, 5 or more person, more than 5 person. ഇത് മോർ ദാൻ 5 person ആണോ 5 or more person ആണോ നമുക്ക് ഡൗട്ട് വരും. അതുകൊണ്ട് ഇങ്ങനെ തന്നെ പഠിച്ചുകൊണ്ട് പോകണം, 5 or more person. ഓക്കെ, കോമൺ ഇൻറ്റൻഷൻ ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ വിച്ച് ദ സെക്ഷൻ ഓഫ് ഇന്ത്യൻ പീനൽ കോഡ്. കോമൺ ഇൻറ്റൻഷൻ ഇതിലാണ് പറഞ്ഞിട്ടുള്ളത്. എടാ മക്കളെ, 34 ബി സെക്ഷൻ 34 അല്ലേ? കോമൺ ഇൻറ്റൻഷൻ. സെക്ഷൻ 39 എന്താ പറഞ്ഞേക്കുന്നേ? വോളണ്ടറിലി എന്നല്ലേ സാർ പറഞ്ഞു? 39 അല്ലേ? ആ, സെക്ഷൻ 39 പറയുന്നു വോളണ്ടറിലി. 34 എന്ത് പറയുന്നു? കോമൺ ഇൻറ്റൻഷൻ. സെക്ഷൻ 30 എന്ത് പറയുന്നു? വാല്യുബിൾ സെക്യൂരിറ്റിയെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 30 എഴുതി വെക്കണേ, വാല്യുബിൾ സെക്യൂരിറ്റി. ഓക്കെ, 33 എന്ത് പറയുന്നു? ഓഫ് IPC. ആക്ട് ഒമിഷൻ, ഒരാളുടെ ഡ്യൂട്ടി ചെയ്യാത്തതിനെ കുറിച്ചാണ് ദി ആക്ട് ഒമിഷൻ. ഈ 2 വാക്കുകളെയും ഡിറ്റർമിൻ ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 33 മനസ്സിലായോ? യെസ്. ഇത്രയും നമ്മൾ പറഞ്ഞത് ഒന്ന് പറഞ്ഞേ, അഞ്ജുഷ മോളൊന്ന് പറഞ്ഞേ കേൾക്കട്ടെ. IPC section 25 ക്വസ്റ്റ്യൻ വായിക്കണ്ടോ സർ? ക്വസ്റ്റ്യൻ കാണിക്കണോ? മതി സർ. അവള് ചീത്ത മോരം കണ്ടല്ലേ വായിച്ചേ അല്ലേ? ശരി. Find the odd one out. Hey now, question 84. Find the one which is different from the rest. Try to die. 85. If banana is mango, mango is apple,
Apple is grapes, grapes is guava, guava is nut. Which of the following is odd one? Mango. 86. The Constitution of India was adopted on 26 November 1949. Of course, sir. യെസ് യെസ് യെസ്. അടുത്ത 87. How many times did the proclamation of emergency been enforced in India? 3 times. 88. How many schedules are there in the Constitution of India? 12. It is in the form of a command is mandamus. 90. What is Article 21A of the Constitution of India? Right to education. 91. Uniform Civil Code is Directive Principles of State Policy. The Maxim Act as non-fascistic means there can be no offense without a guilty mind. 93. Good faith in Indian Penal Code means an act done with due care and attention. 94. Section 25 of Indian Penal Code is IPC Section 24 dishonestly, Section 39 voluntarily, IPC Section 304A causing death by negligence. ആ ഇവിടെ വരല്ലേ പറഞ്ഞുള്ളൂ. ജൂലി മോളൊന്ന് വായിച്ചേ. Find the odd one out. Haina. Find the one which is different from the rest. Right to die. If banana is mango, mango is apple, apple is grapes, grapes is guava, guava is nuts. Which of the following? Mango. The Constitution of India was adopted on 26 November 1949. How many times the proclamation of emergency been enforced in India? 3. How many schedules are there in the Constitution of India? 12. A writ which is in the form of a command, mandamus. What is Article 21A of Constitution of India? Right to education. Uniform Civil Code is a directive principle of state policy. The maxim actus non facitorum nisi mensitoria means there can be no offense without a guilty mind. Good faith in Indian Penal Code means an act done with due care and attention. Section 25 of the Indian Penal Code is fraudulently. An unlawful assembly consists of 5 or more persons. Common intention is explained in section of this section of Indian Penal Code, section 34. A having അത് വേണ്ടപ്പോ. ആരെ പഠിപ്പിച്ചില്ല അല്ലേ? ആ ദിയ മോള് വായിച്ചേ. Find the odd one out. Haina. Find the one which is different from the rest. Right to die. Sir. Sir. ആ ഹാ ഹാ. മുകളിലേക്ക്. The Constitution of India was adopted on 26 November 1949. How many times did the proclamation of emergency been enforced in India? 3 times. How many schedules are there in the Constitution of India? 12. A writ which is in the form
of a command is mandamus. What is Article 21A of the Constitution of India? Right to education. Uniform Civil Code is a directive principle of state policy. The maxim actus non facietum nis mens et rea means there can be no offense without a guilty mind. Good faith in Indian Penal Code means an act done with due care and attention. Section 25 of Indian Penal Code is fraudulently. Sir, താഴേക്ക് അടുത്തത്. An unlawful assembly consists of 5 or more persons. Common intention is explained in which section of Indian Penal Code? Section 34. A having അത് വായിച്ചില്ലല്ലോ അല്ലേ? ഇല്ല. മൂന്നാളെ വായിച്ചോ? ആ. മൂന്നാളെ വായിച്ചില്ലേ? ആ. യെസ് 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 യെസ്. അടുത്ത എ ഹാവിങ് sufficient food does not provide some food to beggar who dies in hunger is guilty of dash. ഏതാ കറക്റ്റ് ആൻസർ? No offense. നോ ഓഫൻസ്. എന്തുകൊണ്ടാ? ഹി ഹാസ് നോ ഡ്യൂട്ടി ടു ഗീവ് ഫുഡ് ടു ബഗർ. മനസ്സിലായോ? ആ ക്വസ്റ്റ്യൻ അങ്ങ് മാറിയെന്ന് വെച്ചോ. എ ഹാവിങ് സഫീഷ്യൻറ്റ് ഫുഡ് ഹി ഡസ് നോട്ട് പ്രൊവൈഡ് ഹിസ് ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 18 അല്ലെങ്കിൽ ചൈൽഡ് ബിലോ ദ ഏജ് ഓഫ് 18 എന്ന് പറഞ്ഞാൽ കളി മാറും കേട്ടോ. അയാൾക്ക് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഓഫൻസ്, ഡ്യൂട്ടി ഇല്ലെങ്കിൽ നോ ഓഫൻസ്. അത് അങ്ങനെ കാണാതെ പഠിച്ചുകൊണ്ട് പോകരുത്. ഇഫ് ഹി ഹാസ് ബൗണ്ട് ടു ഡു സം ഡ്യൂട്ടി, ഹി ഈസ് നോട്ട് ഗീവിങ് സഫീഷ്യൻറ്റ് ഫുഡ്, ഇറ്റ് ഈസ് ആൻ ഓഫൻസ്. അടുത്തെന്താ? ദ ഡെഫിനിഷൻ ഓഫ് കോൺട്രാക്ട് ഈസ് ഗീവൺ അണ്ടർ സെക്ഷൻ ഡാഷ്. എന്താണോ കോൺട്രാക്ട് എവിടെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? എടാക്കളെ 2H 2A എന്താ പറയുന്നേ? മക്കൾസേ, നിങ്ങളിത് പരീക്ഷയ്ക്ക് പഠിക്കുന്നത് ഇങ്ങനെ ചോദിക്കുവാണോ? പ്രപ്പോസൽ ആണല്ലേ? അടുത്തതോ? പ്രോമിസും അക്സെപ്റ്റൻസും ആണല്ലേ? അടുത്തതോ? Section 2B consideration. ഓക്കെ, ശരിയാണ് എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷൻ പഠിച്ചുകൊണ്ട് പോകലല്ല, 4 ഓപ്ഷനും പഠിക്കണം. എനിക്ക് മാത്രമേ പരീക്ഷ കിട്ടുള്ളൂ. അടുത്തത്, എ കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പാർട്ടീസ്, എഗ്രിമെൻറ്റ് എൻഫോഴ്സ്ഡ് ബൈ ലോ, എഗ്രിമെൻറ്റ് ബൈ കോമ്പറ്റൻസ് പാർട്ടീസ്, എഗ്രിമെൻറ്റ് ബൈ 2 or more പേഴ്സൺ. ഏതാ ശരി? എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. എന്തൊക്കെ ഉണ്ടെങ്കിലും അതിന് എൻഫോഴ്സിബിലിറ്റി ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ കോൺട്രാക്ട്. മനസ്സിലായോ? എന്തുണ്ടായിട്ടും കാര്യമില്ല, എന്ത് വേണം? എൻഫോഴ്സിബിലിറ്റി വേണം. ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് എ കോൺട്രാക്ട് എന്നാണ് എവിടെ പറയുന്നത്? എവിടെ പറയുന്നേ? എവിടെ ഏത് സെക്ഷനിലാണ് എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് എ കോൺട്രാക്ട് എന്ന് പറയുന്നത്? നിങ്ങളൊന്നും നോക്കലില്ല മക്കളെ. ടു എ എന്താ പറഞ്ഞേ? പ്രപ്പോസൽ. 2B
Promise അല്ലെ accepted. Promise acceptance. ബിക്കം പ്രോമിസ്. അടുത്തത് 2D എന്താ പറഞ്ഞേ? Consideration. കൺസിഡറേഷൻ. 2H കോൺട്രാക്ട് അല്ലേ? കോൺട്രാക്ട് എന്നാ ഡിഫൈൻ ചെയ്തേ? വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് കോൺട്രാക്ട്? ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. മനസ്സിലായോ? എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. അത് നോക്കുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും. എഗ്രിമെന്റ് ബിറ്റ്വീൻ പാർട്ടീസ് ഈസ് എ കോൺട്രാക്ട്. ശരിയാണ്. ആൻ എഗ്രിമെന്റ് ബൈ കോമ്പിറ്റന്റ് പാർട്ടീസ് ഇറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. ആൻ എഗ്രിമെന്റ് ബൈ 2 or more പേഴ്സൺ ഇറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. പക്ഷേ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്തുവാ? ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. അവിടെ അത് എവിടാ പറഞ്ഞേക്കുന്നത്? 2H പറഞ്ഞിട്ടുള്ളത്. പിടി കിട്ടിയോ? ആ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ 2H എന്ന് എഴുതി വെച്ചു അവിടെ. അടുത്തത് 100. ആൻ എഗ്രിമെന്റ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് കോൾഡ് ഡാഷ്. എന്തുവാ? വോയിഡ് കോൺട്രാക്ട്. ഒരു എഗ്രിമെൻ്റ് ഉണ്ട്, അത് നടപ്പാക്കാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് വോയിഡ് കോൺട്രാക്ട്. വോയിഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നോട്ട് വാലിഡ്. വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? Void അല്ലാത്തത്. വോയിഡബിൾ. എന്താ ജൂലിയ മോളെ വോയിഡബിൾ കോൺട്രാക്ട്? കോൺട്രാക്റ്റിലുള്ള ആൾക്കാർക്ക് സ്വയമേ ഡിസൈഡ് ചെയ്ത് കോൺട്രാക്ട് വോയിഡ് ആക്കാൻ പറ്റുന്നത്. ഞാനും ജൂലിയ മോളും തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഞങ്ങൾ പറയുന്നു കോൺട്രാക്ട് നടപ്പാക്കുന്നില്ല. അല്ലെങ്കിൽ ഒരാൾ പറയുന്നു ഞാൻ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറുകയാണ്. അങ്ങനെ സ്വാതന്ത്ര്യമുള്ള കോൺട്രാക്റ്റിനെയാണ് എന്ത് പറയുന്നത്? വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? വോയിഡബിൾ കോൺട്രാക്റ്റ് എവിടെയാണ് പറയുന്നത്? 2I പറയുന്നത്. 2I എന്ന് പറഞ്ഞ ഭാഗം കണ്ടോ? പുസ്തകമില്ലല്ലോ കയ്യിൽ. അവിടെ എഴുതി വെക്ക് വോയിഡബിൾ കോൺട്രാക്റ്റ് 2I. അതാണ് പരീക്ഷയ്ക്ക് വരുന്നത്. എന്ത് ചെയ്യും? പണിപ്പാടും. അടുത്തത് വോയിഡ് കോൺട്രാക്ട്. വോയിഡ് കോൺട്രാക്ട് എവിടാ പറയുന്നേ? വോയിഡ് കോൺട്രാക്ട്, വോയിഡ് എഗ്രിമെന്റ്. വോയിഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് എവിടെയാണ്? 24 കേട്ടോ. എവിടെയാണ്? 24. ഇല്ലീഗൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞൊരു കോൺട്രാക്ട് ഉണ്ടോ? കോൺട്രാക്ട് തന്നെ എൻഫോഴ്സിബിൾ ബൈ ലോ ആണെങ്കിലേ കോൺട്രാക്ട് ആവും. അപ്പോൾ ഇല്ലീഗൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞ കോൺട്രാക്ട് നിലവിലില്ല എങ്കിലും നിയമത്തിന് വിരുദ്ധമായി കൊട്ടേഷൻ കൊടുക്കുക ഇല്ലീഗൽ കോൺട്രാക്റ്റാണ്. അത് നിയമത്തെ നടപ്പാക്കാൻ പറ്റത്തില്ല, വെട്ടി തീർക്കാനേ പറ്റൂ. മനസ്സിലായോ? ഇല്ലീഗൽ കോൺട്രാക്ട്. ലീഗൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലീഗൽ എഗ്രിമെൻ്റ് എന്നേ പറയാൻ പറ്റൂ. ഇല്ലീഗൽ കോൺട്രാക്റ്റ്, അൺലോഫുൾ കോൺട്രാക്റ്റ്. അതിൻ്റെ ആൻസർ ഏതാ? ബി, വോയിഡ് കോൺട്രാക്റ്റ് അല്ലേ. അൺലോഫുൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിയമത്തിന് വിരുദ്ധമായുള്ളത്. ഇല്ലീഗലും അൺലോഫുളും ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഒന്നല്ല. അത് നിങ്ങൾ കോൺട്രാക്റ്റ് ആയിട്ട് പഠിക്കുമ്പോൾ പഠിച്ചാൽ മതി. ഇപ്പം പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല കേട്ടോ. അടുത്തത് 101. എ പ്രപ്പോസൽ വെൻ അക്സെപ്റ്റഡ് ബിക്കംസ് ഡാഷ്. പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്താൽ എന്താവും? എന്താകും? പ്രോമിസ് ആവും അല്ലേ? നിങ്ങളില്ലേ ഇവിടെ? എന്ത് സാർ? പ്രോമിസ് എവിടാ പറഞ്ഞേക്കുന്നേ?
To To see. be. പ്രോമിസ് എവിടാ പറഞ്ഞേക്കുന്നത്? To be promise. ടു ബി പ്രോമിസ്. Promise. ടു ബി മറന്നു പോകരുത്, പ്രോമിസ്. എഗ്രിമെൻ്റ് അത് പറഞ്ഞേക്കുന്നത് എവിടെയാ? To yield. To ye. ടു ഇയിലാണ് എഗ്രിമെൻ്റ് പറഞ്ഞിട്ടുള്ളത്. കോൺട്രാക്ട് പറഞ്ഞേക്കുന്നത് ടു ഹെച്ചിലാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായല്ലോ അത്? Sir. യെസ്. അടുത്ത 102. കൺസെൻസസ് അറ്റ് ഐഡം. എന്തുവാ സാധനം? മീറ്റിംഗ് ഓഫ് മൈൻഡ് അല്ലേ? മീറ്റിംഗ് ഓഫ് മൈൻഡ്, ഐഡന്റിറ്റി ഓഫ് മൈൻഡ്. കൺസെൻസസ് അറ്റ് ഐഡം, ഐഡന്റിറ്റി ഓഫ് മൈൻഡ് ആൻഡ് മീറ്റിംഗ് ഓഫ് മൈൻഡ്. കോമൺ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ ഇൻറ്റൻഷൻ. കോമൺ ഇൻറ്റൻഷൻ കോൺട്രാക്ട് ആക്ടിലാണോ വരുന്നത് കൂടുതലും, അതോ വേറെ ഏതെങ്കിലും ആക്കിലാണോ വരുന്നത്? IPC-യിലാണോ സാർ വന്നത്? IPC-യിലാണ് കൂടുതലും വരുന്നത് കോമൺ ഇൻറ്റൻഷൻ. IPC-യിലെ 34 കോമൺ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് കേട്ടോ. സെക്ഷൻ 34. ഒന്നിലധികം ആൾക്കാർ ഒരു ഒഫൻസിൽ പങ്കെടുക്കുകയാണെങ്കിൽ പോലീസുകാർ പെട്ടെന്ന് ഇടുന്ന സെക്ഷനാണ് 34. കോമൺ ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു പറയും. കോൺട്രാക്റ്റ് പറയുന്നത് 2Hലാണ്. അടുത്തത് ഡിസ്പ്ലേ ഓഫ് തിങ്സ് ഇൻ ദ ഷോപ്പ് വിച്ച് പ്രൈസ് ടാഗ് ഈസ്. അതെന്തുവാ സാധനം? ഇൻവിറ്റേഷൻ ടു ഓഫർ. അതിനെ വേറെ രീതി പറയും ഓഫർ ടു ചാഫർ എന്ന് പറയും. എഴുതി വെച്ചേക്കണം. ഇൻവിറ്റേഷൻ ടു ഓഫർ എന്നാണ് പരീക്ഷയ്ക്ക് വരുന്നതെങ്കിൽ അത് എഴുതണം. ഓഫർ ടു ചാഫർ എന്ന് ആണ് വരുന്നതെങ്കിൽ അത് എഴുതണം. മനസ്സിലായോ? മനസ്സിലായോ? ആ ഓഫർ ഓഫർ എവിടെ പറയുന്നു? പഠിച്ചാൽ ഓഫർ. ഓഫർ മീൻസ് പ്രപ്പോസൽ അല്ലേ? 2C-യിലല്ലേ? ഓഫറാണോ ചോദിച്ചത്? പ്രോമിസിയും പ്രോമിസറും അല്ലേ സിയിൽ പറയുന്നേ? ഓഫറും പ്രപ്പോസലും ഒക്കെ എവിടാ പറയുന്നേ? 2A പറയുന്നേ കേട്ടോ. യെസ്. കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഇങ്ങനെ വില പേശുന്നല്ലേ സാർ? അത് തന്നെ. ജൂലിയ പറയുന്നു 500 രൂപയ്ക്ക് ഞാൻ പേന തന്നോളാം എന്ന് പറയുന്നു. അപ്പോൾ ഡിയമോട് പറയുന്നു 500 രൂപയ്ക്ക് വേണ്ട, 250 രൂപയ്ക്കാണ് ഞാൻ എടുത്തോളാം എന്ന് പറയുന്നു. അപ്പോൾ ജൂലിയ 500 രൂപ എന്ന് പറയുന്നൊരു ഓഫറും ഒരു പേനയും അങ്ങോട്ട് വെച്ചപ്പോഴേക്കും ഡിയമോള് ആ പേനയ്ക്ക് 250 രൂപ എന്ന് പറഞ്ഞൊരു കൗണ്ടറാണ് ചെയ്യുന്നത്. കൗണ്ടർ. സോ ഇറ്റ് ഈസ് കോൾഡ് കൗണ്ടർ ഓഫർ. മനസ്സിലായോ? അഡ്വർടൈസ്മെൻ്റ് എന്നുള്ളത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ചർച്ച ചെയ്യുന്ന സാധനമല്ല. ഇൻവിറ്റേഷൻ ടു ഓഫർ. ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് പറഞ്ഞാൽ എന്തുവാ? പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കുന്നു, ദാറ്റ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ അല്ലേ? ഓക്കെ. അതുപോലെ ഇപ്പോൾ അവിടുത്തെ ആൻസർ എന്താ? ഇൻവിറ്റേഷൻ ടു ഓഫർ അല്ലെങ്കിൽ ഓഫർ ടു ചാഫർ എന്ന് പറഞ്ഞാൽ പ്രൈസ് ടാഗിന് ഡിസ്പ്ലേ വിത്ത് ദ ഷോപ്പ് വിത്ത് എ പ്രൈസ് ടാഗ്. ചുരിദാറൊക്കെ ഇങ്ങനെ പ്രൈസ് എഴുതി കെട്ടിത്തൂക്കിടത്തില്ലേ? ഇറ്റ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ. ആ വിലയ്ക്ക് തരണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അടുത്തത് 104. ദ വേർഡ് ടോർട്ട് ഈസ് ഡിറൈവ്ഡ് ഫ്രം എ ലാറ്റിൻ വേർഡ് ഡാഷ്. ഏതാ? ടോർട്ടം. അതിൻ്റെ സ്പെല്ലിംഗ് ആണ് പഠിക്കേണ്ടത്. ടോർട്ടം. ടോർട്ട, ടോർട്ടസ്, ടോർട്ടം, നൺ ഓഫ് ദിസ്. ടോർട്ടം. സ്പെല്ലിംഗ് പഠിച്ചിട്ട് പോകണം. ടോർട്ടം. ദ മാക്സിം ഇഞ്ചൂറിയസ് ഇൻ ഡാമിനോ. ഇഞ്ചുറി കൊണ്ട് ഡാമേജ് ഇല്ല. മീൻസ് വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റ് വിത്തൗട്ട് ഡാമേജ്. അതാണോ ശരി? വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റ് വിത്ത് ഡാമേജ് ആണ് ആദ്യത്തത്. വിത്തൗട്ട് എനി ഡാമേജ് അതാണോ ശരി? ഡാമേജ് വിത്തൗട്ട് വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റ് അതാണോ ശരി? നൺ ഓഫ് ദിസ്. ഏതാ ശരി?
B ആണ് ശരി. ബി ആണ് ശരി. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇഞ്ചുറി ഉണ്ട്. ആദ്യം പറയുന്നത് ഉണ്ട്, രണ്ടാമത് പറയുന്നില്ല. ഇഞ്ചുറി സിൻ ഡാമിനോ, ഇഞ്ചുറി ഉണ്ട്, ഡാമേജ് ഇല്ല. ഡാമിനം സിൻ ഇഞ്ചുറിയ എന്ന് പറഞ്ഞാൽ ഡാമേജ് ഉണ്ട്, ഇഞ്ചുറി ഇല്ല. അത് തിരിച്ചും മറിച്ചും വരും. അത് ആദ്യത്തത് ഉണ്ട് എന്നും രണ്ടാമത്തത് ഇല്ല എന്നും പഠിക്കണം. ഇഞ്ചൂറിയ സിൻ ഡാമിനോ, ഇഞ്ചുറി ഉണ്ട്, ഡാമേജ് ഇല്ല. ഇഞ്ചുറി മീൻസ് ലീഗൽ ഇഞ്ചുറി. നിയമപരമായി എനിക്ക് എൻ്റെ അവകാശം നഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷേ സാമ്പത്തിക നഷ്ടമില്ല എന്നാണ് എൻ്റെ അർത്ഥം. മനസ്സിലായോ? മനസ്സിലായോ? ആ സാർ. യെസ്. ഇപ്പോൾ നമ്മൾ എവിടെ വരെ വായിച്ചേ? ഇവിടെ മോളല്ലേ? എ ഹാവിങ് സഫീഷ്യൻറ്റ് ഫുഡ് അല്ലേ? അതെ സാർ. ആ, 5 വർഷം നമ്മൾ വായിച്ച കേൾക്കട്ടെ. നിങ്ങളൊന്നും എഴുതുന്നില്ല അല്ലേ? വലിയ ആൾക്കാരായിട്ട് ഇങ്ങനെ ഇരിക്കുക. 97. എഴുതുന്നുണ്ട് സാർ. A having sufficient food does not provide some food to a beggar who dies in hunger. A is guilty of dash. ഉം, Answer: no offense. ഉം. 98. The definition of contract is given under uh, Section 2H of Indian Contract Act 1872. ആ 99. A contract is an agreement enforceable by law. 100. An agreement not enforceable by law is called void contract. ഉം, 101. A proposal when accepted becomes a promise. ഉം. 102. Consensus at the item means meeting of mind or identity of mind. 103. Display of things in a shop with a price tag is ഉം. invitation to offer. ഉം. 104. The word tort is derived from the Latin word tortum. 105. The maxim injurious and damno means violation of a legal right without any damage. യെസ് യെസ് യെസ്. ശരി, ദിയ വായിച്ചേ. A having sufficient food does not provide some food to a beggar who dies in hunger. A is guilty of A. No offense. The definition of contract is given under Section 2H of Indian Penal Code Act Indian Penal Code ഓ? 1872. Indian Contract Act 1872. പക്ഷെ എൻ്റെ ദൈവം, ഇത് എന്തൊക്കെയാ പറയുന്നത്? ശരി. A contract is an agreement enforceable by law. An agreement not enforceable by law is called void contract. Sir. A promise when accepted becomes a promise. Consent at item means meeting of mind. Display of things in a shop with a price tag is invitation to offer. The word tort is derived from the Latin word tortum. The maxim injurious in damno means violation of a legal right without any damage. Sir. യെസ് യെസ് യെസ്. ജൂലിയ മോളെ.
വായിച്ചു. A having suffered sufficient food does not provide some food to a beggar who dies in hunger. A is guilty of no offense. The definition of contract is given under Section 2, Subclause S of Indian Contract Act 1872. അടുത്തേ. A contract is an agreement enforceable by law. An agreement not enforceable by law is called void contract. A proposal, when accepted, becomes a promise. Consensus at item means meeting of minds. Display of things in a shop with a price tag is an invitation to offer. The word tort is derived from the Latin word tortum. The maxim injuria sine damno means violation of legal right without any damage. കഴിഞ്ഞോ അല്ലേ? അടുത്ത നമ്മൾ ജനറൽ റെമഡി ഓഫ് ടോർട്ട് ഈസ് ഡാഷ്. എന്താണ്? ആക്ഷൻ ഫോർ അൺലിക്വിഡേറ്റഡ് ഡാമേജസ്. അൺലിക്വിഡേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താ മക്കളെ അൺലിക്വിഡേറ്റഡ് ഡാമേജ് എന്ന് പറഞ്ഞാൽ? അളക്കാൻ പറ്റാത്ത നഷ്ടം. മനസ്സിലായോ? ലിക്വിഡേറ്റഡ് ഡാമേജ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം നടന്നാൽ എത്ര പണമാണ് കൊടുക്കുന്നതെന്ന് പറയുന്നത്. ഉദാഹരണം മോട്ടോർ വെഹിക്കിൾ ആക്ട്. മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്, കൈയൊടിഞ്ഞാൽ ഇത്ര രൂപ, കാലൊടിഞ്ഞാൽ ഇത്ര രൂപ, വിരലൊടിഞ്ഞാൽ ഇത്ര രൂപ എന്നൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്. അതിനെ ലിക്വിഡേറ്റഡ് ഡാമേജ് എന്ന് പറയുന്നത്. ഓക്കെ. ആക്ഷൻ ഫോർ ഡാമേജസ്, നഷ്ടം പറ്റിയതിന് വേണ്ടി കൊടുക്കുന്ന കോമ്പൻസേഷനാണ് ആക്ഷൻ ഫോർ ഡാമേജസ് എന്ന് പറയുന്നത്. ആക്ഷൻ ഫോർ റെസ്റ്റോറേഷൻ ഓഫ് പ്രോപ്പർട്ടി, നമ്മുടെ ഒരു സാധനം ഒരുത്തൻ അടിച്ചുകൊണ്ട് പോയി, സാധനം തിരിച്ചു തരണം, റിസ്റ്റോർ ചെയ്യണം, തിരിച്ച് അത് തന്നെ കൊണ്ട് തരണം എന്ന് പറയുന്നതിനാണ് റെസ്റ്റോറേഷൻ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? റെസ്റ്റോറേഷൻ ഓഫ് പ്രോപ്പർട്ടി. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ഭൂമിക്കകത്ത് കയറി ഒന്നും ചെയ്യരുത്, അല്ലെങ്കിൽ ഒന്നും അങ്ങനെ ഒരാളെ തടയുന്നതിനാണ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്തത്, ദ മാക്സിം വിച്ച് എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പൽ ഈസ് ലയബിൾ ടു ബി ആൻ ഏജന്റ് ഓഫ് ദി ആക്ട്. പ്രിൻസിപ്പൾ ഏജന്റിന്റെ ആക്ടിന് ലയബിൾ ആണ് എന്ന് പറയുന്ന സാധനം ഏതാ? റെസ്പോണ്ടന്റ് സുപ്പീരിയർ അല്ലേ? അതിനെ വേറൊരു പേര് നമ്മൾ പറഞ്ഞായിരുന്നു, എന്താ? വൈക്കേറിയസ് ലൈബിലിറ്റി. അപ്പോൾ വൈക്കേറിയസ് ലൈബിലിറ്റി എന്ന് തന്നെ വരണമെന്നില്ല, റെസ്പോണ്ടന്റ് സുപ്പീരിയർ എന്നും വരും. മനസ്സിലായോ? റെസ്പോണ്ടന്റ് സുപ്പീരിയർ എന്നും വരും. അടുത്തത്, വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ മകളെ? എന്താ ജൂലിയെ? അറിയില്ല സാർ. ജൂലിയ ഫുട്ബോൾ കളിക്കാൻ പോയി. ഫുട്ബോള് സ്വമേധയാ ജൂലിയ ഗോൾ അടിക്കുന്നതിന് വേണ്ടി കാല് വലിച്ച് ഫുട്ബോളിൻ്റെ അടിയടിച്ചു. അടിയൊന്ന് ചരിഞ്ഞു പോയി, കാലിൻ്റെ വിരലിലാണ് അടിച്ചത്. വിരൽ അല്ലെങ്കിൽ മടങ്ങിപ്പോയി, അല്ലെങ്കിൽ ഒടിഞ്ഞു പോയി. കോമ്പൻസേഷൻ കിട്ടുമോ? ഇല്ല. അതാണ് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറി എന്ന് പറയുന്നത്. എന്തുവാ? നമ്മൾ ഒരു പണിയിലേർപ്പെട്ടാൽ അതിൽ നിന്നുണ്ടാകുന്ന സ്വാഭാവിക ഡാമേജ് നമ്മൾ സഹിക്കണം. There is no damage if he is consented to suffer a harm. There is no damage if he or she consented to suffer a harm. അതിനെയാണ് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറി എന്ന് പറയുന്നത്. ഡാമിനംസ് ഇഞ്ചുറിയ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡാമേജ് ഉണ്ട്, ഇഞ്ചുറി ഇല്ല. ഓക്കെ. റെസ്പോണ്ടന്റ് സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേ? വൈക്കേറിയസ് ലയബിലിറ്റി. വിസ്മയർ എന്ന് പറഞ്ഞാൽ എന്താ?
അറിയില്ല സർ. വിസ്മയർ എന്ന് പറഞ്ഞാൽ ചിലർ അത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ക്രിസ്ത്യൻ മതപ്രഭാഷണമാണ്. ക്രിസ്ത്യൻ മതപ്രഭാഷണം നടക്കുമ്പോൾ നമ്മളൊരു മായാ വലയത്തിലങ്ങ് പെടും. ഹിന്ദു മതപ്രഭാഷണം അങ്ങനെയാണ്. നമ്മൾ ഭൂമിയിൽ നിൽക്കുന്ന നമ്മളെ സ്വർഗത്തിലൊക്കെ എത്തിക്കും, നരകത്തിലും എത്തിക്കും. നമ്മൾ നരകത്തെ പേടിച്ചുകൊണ്ട് എപ്പോഴും ദൈവത്തെ വിശ്വസിക്കുകയും ചെയ്യും. അതാണ് വിസ്മയർ. ഒരു മിസ്ഫെയർ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന് പറയും. പിന്നെ ഇസ്ലാം മതപ്രഭാഷണം അത് തന്നെയാണ്. അള്ളാഹുവും സ്വർഗവും നരകവുമാണല്ലോ അവിടുത്തെയും ചർച്ച. ഇൻഇവിറ്റബിൾ ആക്സിഡൻറ്റ് എന്തുവാ? ഇൻഇവിറ്റബിൾ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ആൻ അൺഎക്സ്പെക്റ്റഡ് ഇഞ്ചുറി വിച്ച് കുഡ് നോട്ട് ഹാവ് ബീൻ ഫോർസീൻ ആൻഡ് അവോയ്ഡഡ്. അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻഇവിറ്റബിൾ ആക്സിഡൻറ്റ് എന്ന് പറയും. മനസ്സിലായോ? മനസ്സിലായോ? അടുത്തത് ആക്ട് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നാച്ചുറൽ കലാമിറ്റി. ഇടിമിന്നൽ ഉണ്ടാകുമോ? മനുഷ്യനെ നിയന്ത്രിക്കാൻ പറ്റുമോ? ഇല്ല. ഇല്ല. അതിനെയാണ് ആക്ട് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ഇടിമിന്നൽ ഉണ്ടാകുന്നു, മനുഷ്യനെ നിയന്ത്രിക്കാൻ പറ്റില്ല. അതുപോലെ മനുഷ്യൻ്റെ നിയന്ത്രണത്തിനല്ലാത്ത സാധനങ്ങളെയാണ് ആക്ട് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ആക്ടാണെന്ന് പറയും. അടുത്തത് ആൻ അൺഎക്സ്പെക്റ്റഡ് ഇഞ്ചുറി വിച്ച് കുഡ് ഹാവ് ബീൻ ഫോർസീൻ ആൻഡ് അവോയ്ഡഡ്. അതിനെന്തോ പറയും? ഇന്നബിൾഡ് ആക്സിഡൻറ്റ് എന്ന് പറയുമോ? അൺഎക്സ്പെക്റ്റഡ് ഇഞ്ചുറി വിച്ച് കുഡ് ഹാവ് ബീൻ ഫോർസീൻ ആൻഡ് അവോയ്ഡഡ്. ബിയും സിയും തമ്മിൽ ആകെ നോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വളരെ കൺഫ്യൂഷനാക്കി ഉള്ള ക്വസ്റ്റനാണ് വന്നേക്കുന്നത്. അത് അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻ്റ് ആണ്, അത് തടയാൻ കഴിയും എന്നാണ് അവിടെ പറയുന്നത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. കാറിൽ പോകുമ്പോൾ എന്ത് പറയും? കീപ്പ് ഡിസ്റ്റൻസ്. കുറച്ച് മുമ്പിൽ പോകുന്ന വണ്ടിയുമായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ. രണ്ടാമത് സീറ്റ് ബെൽറ്റ് ഇടണം. എയർ ബാഗുള്ള കാറിൽ സഞ്ചരിക്കണം. ഇങ്ങനെയൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് എ പ്രിക്വേഷൻ. ഓക്കെ. അടുത്തത് 109. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലിബൽ. ലിബൽ അല്ലാത്തത് ഏത്? ഈസ് നോട്ട് ലിബൽ എന്നാ ചോദ്യം. സൗണ്ട് ഓർ ഗസ്റ്റേഴ്സ് ഈസ് നോട്ട് ലിബൽ. സൗണ്ട് എന്ത് ചെയ്യുന്നത്? കേൾക്കാനേ പറ്റൂ, കാണാൻ പറ്റത്തില്ല. നോട്ട് ലിബൽ എന്നാ ക്വസ്റ്റ്യൻ. മനസ്സിലായോ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലിബൽ. എ ഡിഫമേറ്ററി മാറ്റർ പ്രിൻറ്റിങ് ഇറ്റ് ഈസ് ലിബൽ, കാണാൻ പറ്റുന്നത്. എ സിനിമാറ്റോഗ്രാഫ് ഫിലിം, കാണാൻ പറ്റുന്നത്. എ റൈറ്റിംഗ് ഇൻ എ പോസ്റ്റർ, കാണാൻ പറ്റുന്നത്, ഇറ്റ് ഈസ് ലിബൽ. സ്ലാൻഡർ എന്ന് പറഞ്ഞാൽ എന്തുവാ? കേൾക്കാൻ പറ്റുന്നത്. ഓക്കെ. നമ്മളെവിടെ നിന്നാണ് തുടങ്ങിയത്? തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. ജനറൽ റെമഡി മുതലല്ലേ തുടങ്ങിയത്? ഒന്ന് വായിച്ചേ മക്കളെ. 106. The general remedy for a tort is action for unliquidated damages. 107. The maxim which explains that a principal is liable for an agent's act. Respondent superior. Yes. അടുത്തത് 108. Inevitable accident means an unexpected injury which could not have been foreseen and avoided. 109. Which one of the following is not a libel? Sounds or gestures. 1. Right in drum is a right against. അത് നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം. എവിടെയാണ്? നമ്മൾ 7 മുതലാണ് പറഞ്ഞല്ലേ? അതന്നെ 6 മുതൽ വായിച്ചേ മോളെ. The general remedy for a tort is action for unliquidated damages
The maxim which explains that a principal is liable for an agent's act respondent superior. Sir, option Yes. one. Yes. Inevitable accident means Hmm. an unexpected injury which could not have been foreseen and avoided. Hmm. Which one of the following is not a libel? Hmm. ഏതാ? Sound ഓർ or ഗസ്റ്റേഴ്സ്? gestates? മോളൊന്ന് വായിച്ചേ. The maxim which explains that a principal is liable for an agent's act, respondent superior. Inevitable accident means. Inevitable accident means An unexpected injury which could not have been foreseen and avoided. Which one of the following is not a libel? യെസ് യെസ്. അടുത്ത് Sound or നോക്കൂ. gestures. Yes. Right in rem is the right against everyone. Right in മതി rem is റൈറ്റ് ഇൻ റം എന്ന് പറഞ്ഞാൽ റൈറ്റ് അഗൻസ്റ്റ് എവരി വൺ അല്ലേ? ഇൻഡിവിജ്വലിനെതിരെയല്ല, ഗവൺമെൻറ്റിനെതിരെയല്ല, ആർക്കെതിരെയും. അതിന് എക്സാമ്പിൾ ഞങ്ങളെ പഠിപ്പിച്ചു തന്ന സാറെന്ന് പറഞ്ഞത് നമ്മൾ കടലിൽ പോയി മീൻ പിടിക്കാനുള്ള അവകാശം. റൈറ്റ് അഗൻസ്റ്റ് ദ ഹോൾ വേൾഡ്. മീനെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും സ്വത്താണ്, മീൻ പിടിക്കാൻ ഉള്ള അവകാശം. പിന്നെ ബോട്ടിന് ലൈസൻസ് എടുക്കണം, അത് വേറെ കാര്യം. ഇതിൽ നമുക്ക് അവകാശമുണ്ട്, ആർക്കും എടുക്കാം. ദ ജൂറിസ്പ്രുഡൻസ് ഈസ് ഓഫ് ദി ഒറിജിൻ. എവിടെയാണ് ജൂറിസ്പ്രുഡൻസ് ഒറിജിൻ ചെയ്തത്? ലാറ്റിനിൽ നിന്നാണ്. ബഹുഭൂരിപക്ഷവും നിയമസംഹിതയൊക്കെ വന്നത് ലാറ്റിനിൽ നിന്നാണ്. ഇന്ത്യയിൽ ഇതൊക്കെ ഒറിജിൻ ചെയ്തതായിട്ട് ചരിത്രം പോലും പറയുന്നില്ല, അത് വേറെ കാര്യം. റേഷ്യോ ഡിസിഡൻസി മീൻസ് എന്താണ്? എ റീസൺ ഓഫ് ഡിസിഷൻ. റൂൾ ഓഫ് ലോ, റെസൊല്യൂഷൻസ് എന്നാണ് പറഞ്ഞത്. റെലവൻറ്റ് ലോ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഏത് നിയമമാണ് ഏത് വസ്തുവിനാണ് ബാധകമാവുന്നത്, അതിനെയാണ് റെലവൻറ്റ് ലോ എന്ന് പറയുന്നത്. റൂൾ ഓഫ് ലോയ്ക്ക് എന്തോ പറയും? നിയമം നിലനിൽക്കുന്ന രാജ്യം, അതാണ് റൂൾ ഓഫ് ലോ. ലോ ഈസ് ദ കമാൻഡ് ഓഫ് സോവറിൻ. ഹൂ സെഡ് ദീസ് വേർഡ്സ്? ഓസ്റ്റിൻ. സാൽമൺ എന്തിനാ ലോയെക്കുറിച്ച് പറഞ്ഞേ? നമുക്ക് അടുത്തതിനെ നോക്കാം. സാൽമൺ. അടുത്തത് ദ ടേം ജൂറിസ്പ്രുഡൻസ് മീൻസ്. എന്താണ് ജൂറിസ്പ്രുഡൻസ്? ഇറ്റ് ഈസ് ദി നോളജ് ഓഫ് ദ ലോ. വേറൊരു കാര്യം കൂടുണ്ട്, ഇറ്റ് ഈസ് എ ഫിലോസഫി ഓഫ് ലോ എന്ന് പറയും. ഇറ്റ് ഈസ് ദി ഫിലോസഫി ഓഫ് ലോ. മനസ്സിലായോ? ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന ഒരു പേപ്പർ നിങ്ങൾക്കുണ്ട് പഠിക്കാൻ. നിങ്ങൾക്ക് LLBക്ക് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടെന്നാണ് എല്ലാവരും പറയുന്നത്. കുട്ടികളൊക്കെ പറയുന്നത് ജൂറിസ്പ്രുഡൻസ് പഠിക്കാൻ ഭയങ്കര പാടാണെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും സിമ്പിളായ സാധനമായിരുന്നു അത് ജൂറിസ്പ്രുഡൻസ്. യെസ്, ജൂറിസ്പ്രുഡൻസിനകത്ത് കാണാതെ പഠിക്കാനൊന്നുമില്ല, മനസ്സിലാക്കി പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. യെസ്, അവിടെ നിൽക്കട്ടെ. ഇത് വീടൊന്ന് വായിക്കും മോളെ അഞ്ജുഷ. One not 10. Right in rem is a right against everyone. 111. The word jurisprudence is of Dutch origin. Yes. Latin. Question 112. Ratio decidendi means reason of decision. Law is the command of 113. Law is the command of the sovereign. Who said this? Austin. 114. The term jurisprudence means knowledge of law. 115. Delegated legislation means
Subordinate legislation. ആ അതവിടെ നിൽക്കട്ടെ. നമ്മൾ വായിച്ചേ. 110. Right in rum is a right against everyone. 111. The word jurisprudence is of dash origin. Option B, Latin. That's all. 112. Ratio differently means reason of decision. 113. Law is the command of the sovereign. Who said this? Austin. The term jurisprudence means knowledge of law. Sir. നിർത്തിയാലോ? Sir. യെസ് യെസ്. നിങ്ങളെ അക്ഷയ കേന്ദ്രത്തിൽ പോയി ഈ 2 ക്വസ്റ്റ്യനും പ്രിന്റ് ചെയ്ത് വെക്കണേ. Sir. ശരി ശരി. ഓക്കെ ബൈ. Thank you, sir. Thank you, sir. ഓക്കെ.